റബ്ബേ, എൻ്റെ മക്കളെ നീ എനിക്ക് നന്നാക്കി തരണമേ. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്യുന്നു, വജുനുബ്നി വബനിയ അൻ നഅ്ബുദൽ അസ്നാം. അല്ലാഹുവേ, എന്നെയും എൻ്റെ മക്കളെയും വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിൽ നിന്ന് നീ തടയണമേ റബ്ബേ. അദ്ദേഹം വീണ്ടും പ്രാർത്ഥിക്കുന്നു, റബ്ബി ജഅൽനി മുഖീമസ്സലാത്തി വമിൻ ദുർരിയതി. അല്ലാഹുവേ, എന്നെയും എൻ്റെ മക്കളെയും നീ നമസ്കാരം നിലനിർത്തുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണമേ. റബ്ബനാ വതഖബ്ബൽ ദുആ. അല്ലാഹുവേ, നീ ദുആ സ്വീകരിക്കണമേ. നോക്കൂ, നിങ്ങൾ അമ്പിയാക്കളുടെ പ്രാർത്ഥനകളിലെല്ലാം തന്നെ, അതേപോലെ തന്നെ സത്യവിശ്വാസികളുടെ പ്രാർത്ഥനകളിൽ അല്ലാഹു പ്രത്യേകം ഉൾപ്പെടുത്തിയത് മക്കളുടെ സ്വലാഹിയത്തിനു വേണ്ടി, നമ്മുടെ മക്കൾ നന്നായി തീരാൻ വേണ്ടി നിരന്തരമായ പ്രാർത്ഥനകൾ നമ്മുടെ നമസ്കാരങ്ങളിൽ, നമ്മുടെ സുജൂദിൽ, നമ്മുടെ തശഹുദിൽ, ഖിയാമുൽ ലൈൽ നമസ്കാരങ്ങളുടെ സന്ദർഭങ്ങളിൽ, രാത്രി നമസ്കാരത്തിന് ശേഷം പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സന്ദർഭങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു തആല സ്വീകരിക്കുന്ന പ്രാർത്ഥനകളിൽ ഒന്ന് ദഅവത്തുൽ വാലിദി ലിവലദിഹി. ഒരു വാലിദ്, ഒരു വാപ്പ മക്കൾക്ക് വേണ്ടി നടത്തുന്ന ദുആ അള്ളാഹു സ്വീകരിക്കുന്ന ദുആയാണ്. പക്ഷേ ദൗർഭാഗ്യവശാൽ ആളുകൾ പലപ്പോഴും മക്കൾക്കെതിരിലാണ് ദുആ ചെയ്യുന്നത്. നീ നന്നാവുകയില്ല, അത് ശാപവാക്കാണ്, അതൊരു പ്രാർത്ഥനയുണ്ട് അതിൽ. നീ നന്നാവുകയില്ല, നീ ഗുരുത്തം കെട്ടവനാണ്, നീ അങ്ങനെയാണ്, നീ ഇങ്ങനെയാണ് എന്നിങ്ങനെ ദേഷ്യം പിടിച്ച് മക്കൾക്കെതിരിൽ പ്രാർത്ഥിക്കുന്നു എന്നല്ലാതെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കൽ വളരെയധികം കുറഞ്ഞുപോയിരിക്കുന്നു.